ഹായ് ഗൈസ്, എല്ലാവർക്കും BSc ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിവിടെ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. അങ്ങനെ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ഇന്ന് 22ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. 1791 ജൂലൈ 14 ജനക്കൂട്ടം ബാസ്റ്റൽ കോട്ട ആക്രമിച്ചു. അബ്ബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. ഇവിടെ 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന 1791 1789 ബാസ്റ്റൽ കോട്ട ആക്രമണം. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന എത്രയാണ്? ഇവിടെ കുളച്ചൽ യുദ്ധം നടന്നത് 1741 ആറ്റിങ്ങൽ കലാപം 1721 തൃപ്പടി ദാനം 1750 ഇവിടെ ഓപ്ഷൻ സി 2, 1, 3 എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന ശരിയായ ജോഡികൾ കണ്ടെത്തുക. കല്ലുമാല സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ, നിഴൽ താങ്കലുകൾ വൈകുണ്ഠസ്വാമികൾ, മൂക്കൂത്തി സമരം ആര്യ പള്ളം, ദർശനമാല ചട്ടമ്പി സ്വാമികൾ. ഇവിടെ ശരിയായിട്ടുള്ളത് നിഴൽ താങ്കൽ വൈകുണ്ഠസ്വാമികൾ എന്നതാണ്. കല്ലുമാല സമരം അയ്യൻകാളിയാണ്. മുക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കരും ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റെതുമാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ചൗരി ചൗര സംഭവം, ഇൽബർട്ട് ബിൽ വിവാദം, വെയിൽസ് രാജകുമാരന്റെ ഇന്ത്യ ദർശനം, ഖിലാഫത്ത് പ്രസ്ഥാനം. ഇവിടെ നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത് ഇൽബർട്ട് ബിൽ വാദമാണ്. ചൗരി ചൗരയും വെയിൽസ് രാജകുമാരന്റെ ഇന്ത്യ സന്ദർശനവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ സി കേശവൻ അറസ്റ്റിലായി. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരം. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. EV രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു. ഇവിടെ 2ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഇവിടെ ഓപ്ഷൻ എ ഗ്രീൻലാൻഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിവിധ തരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്കുയർന്ന ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹനവൃഷ്ടി. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത് ശൈലവൃഷ്ടിയാണ്. ഇവിടെ പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി എന്നതും, വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്കുയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹനവൃഷ്ടി എന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത് ശൈലവൃഷ്ടിയല്ല, സംവഹനവൃഷ്ടി തന്നെയാണ്. ഇവിടെ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ സമുദ്രജല പ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായി യോജിപ്പിക്കുക. ഇവിടെ അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലെയാണ്.
കുറോഷിയോ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലേതാണ്. ലാബ്രഡോർ പ്രവാഹം പസഫിക് സമുദ്രത്തിലെയും ഹംബോൾട്ട് ആർട്ടിക് സമുദ്രത്തിലെയുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രം, കുറോഷിയോ അറ്റ്ലാന്റിക്, ലാബ്രഡോർ പസഫിക് സമുദ്രം, ഹംബോൾട്ട് ആർട്ടിക് സമുദ്രം. അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടക്കുന്നു. ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയല്ല, മഹേന്ദ്രഗിരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണിത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. ഇവിടെ ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായി മാന്റിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായിട്ടും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമാണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി തന്നെയാണ് ഭൂവൽക്കം. ഭൂവൽക്കം കഴിഞ്ഞ് മാന്റിലിന് ശേഷം കാമ്പ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുടെ നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇത് നാസയുടെയും ISROയുടെയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ്. ഇത് ഭൂമിയിലെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് GSLV Mk3 എന്ന വിക്ഷേപണ വാഹനമാണ്. ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷനിൽ GSLV Mk3 അല്ല, Mk2 ആണ് വിക്ഷേപണ വാഹനം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഓപ്ഷൻ എ മൊണ്ടെ സിംഗ് അലുവാലിയ ആയിരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇവിടെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം, ഉയർന്ന വ്യവസായ പുരോഗതി. ഇവിടെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ ഓപ്ഷൻ എ 1ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് ഓപ്ഷൻ സി പരുത്തി തുണി വ്യവസായം. സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏത് തരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? പ്രൈമറി, സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതിനനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു. വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. ഇന്ത്യയിൽ കാർഷിക വികസനത്തിന് സാധ്യതകളില്ല. ഈ നാലാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി 1, 2, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ആരെല്ലാമാണ്? 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ബെൻ എസ് ബർണാങ്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ഡിക്ബിഗ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം.
അടുത്ത ക്വസ്റ്റ്യൻ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇവിടെ 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭമാണ്. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ബിൽ പരിഗണിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഇവിടെ ഓപ്ഷൻ എ ജഗദാംബിക പാൽ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. ഇവിടെ എല്ലാം ശരിയാണ്. പൗരത്വം ലഭിക്കുന്നത് ഈ മാർഗം എല്ലാം വഴി പൗരത്വം ലഭ്യമാകും. അടുത്ത ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അവ ലംഘിക്കപ്പെട്ടാൽ പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹമല്ല. അത് ലംഘിക്കപ്പെട്ടാൽ പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയുന്നതല്ല. ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ നമുക്ക് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്താവനകൾ നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിന്റെ താൽപ്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക നീതിക്ക് ഊന്നൽ നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇവിടെ എല്ലാം ശരിയായിട്ടുള്ളവയാണ്. അപ്പോൾ നമുക്ക് അത് വായിച്ചു നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, ആദായ നികുതി എന്നിവ. യൂണിയൻ ലിസ്റ്റിലാണ് പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, ആദായ നികുതി എന്നിവ വരുന്നത്. സംസ്ഥാന ലിസ്റ്റിലാണ് മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെന്റുകൾ, ജയിൽ എന്നിവ വരുന്നത്. കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹവും വിവാഹമോചനവും, മായം ചേർക്കൽ എന്നിവ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മൗലിക അവകാശം ഏതാണ്? ഇവിടെ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇവിടെ ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 കൽക്കട്ടയിൽ വെച്ചാണ്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. ഇവിടെ ശരിയായിട്ടുള്ളത് ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946-ലാണ്. കൽക്കട്ടയിൽ വെച്ചല്ല, ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിലെത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിലെത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ബി അനന്യം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ
GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇവയിൽ ഏത് മേഖലയാണ് കേരളത്തിനെ GDPയിലേക്ക് കൂടുതൽ സംഭാവന ചെയ്യുന്നത്? ഇവിടെ ഓപ്ഷൻ സി തൃതീയ മേഖലയാണ് ശരിയായിട്ടുള്ള ഉത്തരം. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പു നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. ഇവിടെ 2, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറാണ് റാംസാർ കൺവെൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളാണ് മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി. കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് എന്താണ്? ഇവിടെ ഉൾപ്പെടാത്തത് മിച്ച ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക എന്നതാണ്. ഇതിൽ ഉൾപ്പെടുന്നവ നമുക്ക് നോക്കാം. കൈവശ ഭൂമിക്ക് പരിധി നിർണ്ണയിക്കുക, പാട്ടവ്യവസ്ഥകൾ റദ്ദാക്കുക, ജന്മിത്തം അവസാനിപ്പിക്കുക. കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ഓപ്ഷൻ സി KN ഹരിലാൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ DGP ഓപ്ഷൻ എ റവാഡ എ ചന്ദ്ര. ഏത് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020 കാർപെൻറ്റിയർ, ജെന്നിഫർ എഡ്ന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഇവിടെ ഓപ്ഷൻ എ CRISPR-Cas9 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി സൂപ്പർ ബഗുകൾ എന്ന പേരിലാണ്. കണ്ണുകളെ അണുബാധയിൽ നിന്നും സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേര് എന്താണ്? കണ്ണുകളെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേരാണ് ഓപ്ഷൻ ബി ലൈസോസൈം. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം വേദനയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ്? DNA-യിൽ ഉള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവിടെ ഓപ്ഷൻ എ യുറാസിലാണ് ശരിയായിട്ടുള്ള ഉത്തരം. യുറാസിൽ DNA-യിലല്ല RNA-യിലാണുള്ളത്. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ ബി സെപ്റ്റംബർ 29-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അനേറോബിക് ശ്വസനം നടക്കുന്നത് ഏതിലാണ്? അനേറോബിക് ശ്വസനം നടക്കുന്നത് ബാക്ടീരിയകളിലാണ്. ഓപ്ഷൻ സി ബാക്ടീരിയയാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. RBCയിലെ വർണ്ണഘടകം ഏതാണ്? RBCയിലെ വർണ്ണഘടകം ഓപ്ഷൻ എ ഹീമോഗ്ലോബിനാണ്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം ഫോക്കസ് ദൂരം F ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? വക്രത ആരം 6 ഫോക്കസ് ദൂരം F ആണെങ്കിൽ ഓപ്ഷൻ സി F = R/2. കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുകയാണെങ്കിൽ പന്തിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? ഇവിടെ ഓപ്ഷൻ എ 0 എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന് ശ്രവണസാധ്യമായ ശബ്ദപരിധി താഴെ കൊടുക്കുന്നവയിൽ ഏതാണ്? മനുഷ്യന്റെ ശബ്ദപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്.
ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആപ്പാർ ഐഡിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡന്റ് ഐ ഡി എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഗ്രാഫൈറ്റ്, വജ്രം എന്നിവ കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. പ്രകൃതിദത്തമായ ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. വൈദ്യുതി കടത്തിവിടാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ് വജ്രം. സ്നേഹകമായി ഉപയോഗിക്കാൻ കഴിയുന്ന പദാർത്ഥമാണ് ഗ്രാഫൈറ്റ്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന വൈദ്യുതി കടത്തിവിടാൻ കഴിവുള്ള പദാർത്ഥമാണ് വജ്രം എന്നതാണ്. വജ്രം വൈദ്യുതി കടത്തിവിടുന്നില്ല. ശരിയായിട്ടുള്ളവയാണ് ഗ്രാഫൈറ്റ്, വജ്രം എന്നിവ കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപങ്ങളാണ്. പ്രകൃതിദത്തമായി ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. സ്നേഹകമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമാണ് ഗ്രാഫൈറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് ഉത്കൃഷ്ടവാതകങ്ങൾ? ഓക്സിജൻ, ഹീലിയം, ഹൈഡ്രജൻ, നിയോൺ. ഇവിടെ ഉത്കൃഷ്ടവാതകങ്ങളായിട്ട് വരുന്നത് ഹീലിയവും നിയോണുമാണ്. അപ്പോൾ ഓപ്ഷൻ സി 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗ്രഹവാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ജലീയ ലായനിയുടെ pH മൂല്യം 7നേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ജലീയ ലായനിയുടെ pH 7നേക്കാൾ കുറവായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു, ഒരു ഹരിതഗ്രഹവാതകമാണ്. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ്? അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ ഓപ്ഷൻ ബി അല്ല, രണ്ടാമത്തേത് സൾഫർ ഡൈ ഓക്സൈഡും നാലാമത്തെ നൈട്രജൻ ഓക്സൈഡുമാണ്. ഓപ്ഷൻ ബി 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. 1996 രൂപം കൊണ്ട ലണ്ടൻ പ്രോട്ടോകോൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ലണ്ടൻ പ്രോട്ടോകോൾ അല്ല, മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഓപ്ഷൻ ബി നീലക്കുയിലാണ്. വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഇവിടെ ഓപ്ഷൻ ഡി പയ്യന്നൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് എഴുതിയത് ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. താഴെ പറയുന്നവയിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്? ഇവിടെ ഓപ്ഷൻ എ കുച്ചിപ്പുടിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, MD വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? MD വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ഓപ്ഷൻ ബി ഭീമസേനനാണ്. 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ്? 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടന്നത് ഓപ്ഷൻ സി ഇന്ത്യയിലായിരുന്നു. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മിന്നുമണി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. സാധനങ്ങളിലെ ദ്വിമാന കോഡിൻ്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്?
സാധനങ്ങളിലെ ദ്വിമാന കോഡിൻ്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി QR കോഡ് റീഡർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണം ഏതാണ്? ഇവിടെ മോസില്ല ഫയർഫോക്സ് ആണ് ഒരു ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഉദാഹരണമായിട്ടുള്ളത്. ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നു? ഇവിടെ ഓപ്ഷൻ ബി ഹബ്ബാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹബ്ബാണ് അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നത്. ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകവും ഉൾപ്പെടുത്തുന്നതിനുള്ള HTML ടാഗ് ഇവിടെ ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചനാ ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഏതാണ്? ഭൂമിശാസ്ത്രപരമായ സൂചനാ ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നമാണ് ഓപ്ഷൻ ഡി കണ്ണാടിപ്പായ. പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഇവിടെ ഓപ്ഷൻ ഡി സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റും ലോക്കൽ പോലീസ് ഇവ രണ്ടിലും ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. വിവാഹിതയായ ഒരു സ്ത്രീയോട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റമായി കാണുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു വകുപ്പ് സ്ത്രീകളോട് വിവേചനപരമായി നിലകൊള്ളുന്നു എന്ന കാരണത്താൽ 27 സെപ്റ്റംബർ 2018 ജോസഫ് ഷൈൻ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാന വിധിയുടെ സുപ്രീം കോടതി അസാധുവാക്കി. ഏതാണ് ആ വകുപ്പ്? ഇവിടെ ഓപ്ഷൻ ബി സെക്ഷൻ 497 എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിന് എതിരെയുള്ള നിയമമാണ്? ഇവിടെ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 17 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം എത്രയാണ്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം ഓപ്ഷൻ ഡി 10 ആണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെൻറ് പിന്തുണയോടെയുള്ള OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ്? കേരള ഗവൺമെൻറ്റിൻ്റെ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഓപ്ഷൻ എ സി സ്പേസ്. അടുത്ത ക്വസ്റ്റ്യൻ, പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിൻ്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി? ഇവിടെ ഓപ്ഷൻ ബി കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷൻ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ്റെ പങ്ക് എന്താണ്? ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ പങ്ക് ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കുകയും ചെയ്യുക. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരി. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. Oh, I just forgot to bring the book. Identify the part of the speech of the underlined word. ഇവിടെ ഓപ്ഷൻ ബി ഇൻ്റർജങ്ഷൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Choose the correct pair of the preposition to complete the sentence. The documentary will be screened in the conference hall on the second floor tomorrow. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Use the correct tense form to complete the given sentence. They joined the club a year ago. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, fill in the blank using the correct word to complete the idiom. A bolt from the blue. Convert the following sentence from active voice into passive voice form and choose the correct answer. They selected him. ഇവിടെ ഓപ്ഷൻ ബി he was selected by them. Find out the incorrectly spelled word from the options given below. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Find out the idiom which means decide or agree to stop doing something.
ഇവിടെ ഓപ്ഷൻ ഡി കോൾ ഇറ്റ് എ ഡേ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിനോണിം ഫോർ ദ വേർഡ് അസ്വേജ്? ഇവിടെ ഓപ്ഷൻ ഡി അഗ്രവേറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഒനമാറ്റോപോയിക് വേർഡ്? ഇവിടെ ഓപ്ഷൻ ബി സ്പ്ലാഷ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചൂസ് ദ കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഡാഷ് ദേ വുഡ് ഹാവ് വൺ ദ മാച്ച്. ഇവിടെ ഓപ്ഷൻ എ ഇഫ് ദേ ഹാഡ് പ്ലേഡ് വെൽ ദേ വുഡ് ഹാവ് വൺ ദ മാച്ച്. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്.